ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 13-ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20-ാമത്തെ ശ്ലോകം വരെയാണ് ഇതുവരെ നാം പഠിച്ചത്. സ്വജനപ്രേമത്താൽ ദുഃഖിതനായി ബുദ്ധി നശിച്ചവനായ അർജുനൻ തനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നതിന് ന്യായീകരണമായി പലതും പറഞ്ഞു. ഇതിൽ വ്യക്തിപരമായതും മതപരവുമായ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണനോട് താൻ ദൈന്യത കൊണ്ട് ബുദ്ധികെട്ടവനും വിവേകം നശിച്ചവനുമാണെന്നും അങ്ങയുടെ ശിഷ്യനായ തനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണോ അത് ഉപദേശിച്ചു തരണമെന്നും പറഞ്ഞപ്പോൾ കൃഷ്ണൻ സ്നേഹപൂർവം പ്രതികരിക്കാൻ തുടങ്ങി. ഈ പ്രതികരണങ്ങളാണ് ഗീതോപദേശമായി അറിയുന്നതെന്നും പറഞ്ഞിരുന്നു. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതായുണ്ട്. ഭഗവത്ഗീതയ്ക്കുള്ളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കാതെ ഹിന്ദുമതത്തിൻ്റെ ഭക്തി ഗ്രന്ഥമാണ് ഇതെന്ന് ചിന്തിച്ച് ഭക്തിപൂർവം ഗീതയെ നോക്കിക്കാണുന്നതാണ് നമ്മുടെ പൊതുവെയുള്ള ഒരു രീതി. ഈ രീതിയിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവവചനങ്ങളായി കണ്ട് മനസ്സിലാക്കുകയാണ് ഭൂരിഭാഗം പേരും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗീതാശ്ലോകങ്ങളുടെ ബാഹ്യാർത്ഥങ്ങളെ മനസ്സിലാക്കിയിട്ടും അല്ലാതെയും ഇതെല്ലാം അബദ്ധജടിലങ്ങളാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടുമല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ഇത് തികച്ചും തെറ്റായ ഒരു സമീപനവുമാണെന്നും പറയേണ്ടിയിരിക്കുന്നു. ഗീതയിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ഉത്കൃഷ്ടമായ കാര്യങ്ങളല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സ്വജനപ്രേമത്താലും യുദ്ധഭീതിയാലും സ്വനിയന്ത്രണം കൈവിട്ട അർജുനൻ പറയുന്ന കാര്യങ്ങളെല്ലാം അബദ്ധജടിലങ്ങളാണ്. വ്യക്തിപരമായ കുറേ താല്പര്യങ്ങളും മതപരമായ കുറേ അന്ധവിശ്വാസങ്ങളും മാത്രമാണ് 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലുമുള്ള ശ്ലോകങ്ങളിലൂടെ അർജുനൻ കൃഷ്ണന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തൻ്റെ ശക്തി കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ചെന്നപ്പെടുന്ന മനുഷ്യർ പ്രതിസന്ധിയിലായി കർമ്മവിമുഖരാകുന്നത് മറച്ചു വെച്ചുകൊണ്ട് താൻ കർമ്മം ചെയ്യാതിരിക്കാനുള്ള ന്യായീകരണങ്ങൾ പലതും നിരത്തി മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. ഇക്കൂട്ടരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഗീതയുടെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്ന അർജുനൻ. അങ്ങനെയുള്ള അർജുനൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ യുക്തിരഹിതവും അബദ്ധജടിലങ്ങളുമാണ്. ഇതെങ്ങനെയാണ് ഭഗവത്ഗീത പ്രമാണങ്ങളാകുക? അടുത്തയിടെ ഒരു യൂട്യൂബ് സംവാദത്തിൽ അറിയപ്പെടുന്ന ഒരു യുക്തിവാദി അർജുനൻ്റെ വിഷാദ പ്രസ്താവനകളെ ഭഗവത്ഗീത പ്രമാണമായി കരുതി ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗീത എന്ത് ആധ്യാത്മിക ഗ്രന്ഥമാണെന്നൊക്കെ ചോദിക്കുന്നതായി കണ്ടു. കാര്യം അറിയാതെ ഇങ്ങനെയൊക്കെ പറയുന്നവരോട് പറയട്ടെ, ഗീതയിൽ അർജുനൻ്റേതായി കാണുന്ന ശ്ലോകങ്ങളിലൊന്നും തന്നെ ഒരു പ്രമാണവുമില്ല. കുറേ അബദ്ധചിന്തകൾ മാത്രമേ ഉള്ളൂ. അജ്ഞാനാന്ധകാരത്തിൽപ്പെട്ട് ഉഴലുന്ന അർജുനൻ്റെ ഇത്തരം വികല ചിന്തകളെ നേരെയാക്കിയെടുക്കാൻ ശ്രീകൃഷ്ണൻ പറയുന്ന കാര്യങ്ങളാണ് ഭഗവത്ഗീതയുടെ പ്രമാണങ്ങളായി നാം മനസ്സിലാക്കേണ്ടത്. ഗീതോപദേശമായി അറിയപ്പെടുന്ന ഈ പ്രമാണങ്ങളെല്ലാം തന്നെ വേദാന്ത തത്വചിന്താധിഷ്ഠിതവുമാണ്. ആത്മാവിൻ്റെ പ്രകൃതത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ വിഷാദ ചിന്തകൾക്കുള്ള മറുപടി നൽകി തുടങ്ങിയത്. മനുഷ്യർ ഉൾപ്പെടുന്ന ഭൂതങ്ങൾ എന്നത് ബാഹ്യമായി കാണപ്പെടുന്ന നശ്വരമായ ശരീരമല്ലെന്നും ആ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന അനശ്വരമായ ആത്മാവാണെന്നും ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നതിനാൽ അർജുനൻ ആരെയും യുദ്ധത്തിൽ കൊല്ലാൻ പോകുന്നില്ലെന്നും അക്കാരണത്താൽ അർജുനൻ ദുഃഖിതനായി യുദ്ധം ചെയ്യാൻ മടിക്കേണ്ടതില്ലെന്നും അതിനാൽ തസ്മാത് യുദ്ധസ്വഭാരത, അതായത് അർജുന നീ യുദ്ധം ചെയ്യൂ എന്ന് ഭഗവാൻ അനുജ്ഞ നൽകുകയും ചെയ്തു. 2-ാം അധ്യായം 18-ാം ശ്ലോകത്തിൻ്റെ ഭാഗമായി വരുന്ന തസ്മാത് യുദ്ധസ്വഭാരത, അതായത് ഓ അർജുന യു ഫൈറ്റ് എന്ന ഈ പ്രസ്താവം കാരണം ബന്ധുമിത്രാദികളെ കൊല്ലാൻ മടി കാണിച്ചു നിന്ന അർജുനനെ അതിനായി പ്രേരിപ്പിക്കുന്ന തീവ്രവാദിയാണ് ശ്രീകൃഷ്ണൻ എന്ന ഒരു ആക്ഷേപം ഗീതാവിമർശകർ കാലാകാലങ്ങളായി ഉയർത്തുന്നുണ്ട്. എന്നാൽ കാര്യം മനസ്സിലാക്കാതെ അബദ്ധധാരണകൾ കാരണമുണ്ടാകുന്ന ഒരു ആക്ഷേപം മാത്രമാണിതെന്നും കഴിഞ്ഞ ഭാഗത്ത് ഞാൻ വിശദീകരിച്ചിരുന്നു. യുദ്ധകളത്തിൽ
യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ക്ഷത്രിയ വീരനായ അർജുനന്റെ ബാധ്യസ്ഥ കർമ്മമാണ് യുദ്ധം എന്നതുകൊണ്ടാണ് യുദ്ധം ചെയ്യൂ എന്ന് കൃഷ്ണൻ നിർദ്ദേശിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽപ്പെട്ട് കർത്തവ്യമുഖരാകുന്ന മറ്റ് മനുഷ്യരോടായിരുന്നു കൃഷ്ണൻ ഈ പറഞ്ഞതെങ്കിൽ കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയായിരുന്നേനെ: കുഞ്ഞെ, എന്താണോ നീ ചെയ്യേണ്ട കർമ്മം അത് മടി കൂടാതെ ചെയ്യൂ. അതായത് തസ്മാത് യുദ്ധസ്വ ഭാരതയിലെ യുദ്ധം എന്നതിനെ ബാധ്യസ്ഥ കർമ്മം എന്നാണ് മനസ്സിലാക്കേണ്ടതെന്നും, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ ശ്ലോകത്തിൻ്റെ പേരിൽ ഭഗവത്ഗീതയെ ആക്ഷേപിക്കുകയല്ല ചെയ്യുക, ഭഗവത്ഗീതയോട് കൂടുതൽ ആദരവാണ് ആർക്കും തോന്നുക എന്നും പറയേണ്ടി വരും. ഗീത ഉൾപ്പെടെയുള്ള ബൗദ്ധിക മാനങ്ങളുള്ള ഹൈന്ദവാത്മീയ ഗ്രന്ഥങ്ങളെ യുക്തിരഹിതമായ ഭക്തിവിശ്വാസങ്ങൾ കലർത്തി വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്നതാണ് ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ എത്തുന്നതിനും പ്രചരിക്കുന്നതിനും ഊർജമായി മാറുന്നതെന്നും ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു. ശരി, ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ചില ശ്ലോകങ്ങളായി നാം ആത്മാവിൻ്റെ പ്രകൃതത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ നമ്മൾ വിസ്തരിച്ചിരുന്നു. ഇനിയും ഏതാണ്ട് 30-ാം ശ്ലോകം വരെ ഇതേ ഒരു വിഷയമാണ് നമ്മൾ വീണ്ടും കാണാൻ പോകുന്നത്. ഇത് ഒരു പരിധിവരെ അല്പം ആവർത്തന വിശേഷത പോലും തോന്നാവുന്ന വിധത്തിലുള്ള ശ്ലോകങ്ങളാണ്. എങ്കിലും ശ്രദ്ധാപൂർവം കേൾക്കുക, കാരണം ഇതെല്ലാം വേദാന്ത തത്വചിന്തകളാണ്. ഇത് സാധാരണ വിഷയങ്ങളല്ല. ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാകും, പക്ഷേ ശ്രമിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ ഉള്ളൂ. ഇനി അടുത്ത് വരുന്ന ഒരു 4-5 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചതിന് ശേഷം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം ഇതിനെല്ലാം കൂടി ചേർത്ത് ഒരു ചർച്ചയിലേക്ക് നമുക്ക് മുൻഭാഗങ്ങളിൽ കടന്നിട്ടുള്ളതുപോലെ കടക്കാം. ശ്ലോകം 21. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. അർത്ഥം: ഈ ആത്മാവിനെ നാശരഹിതനും നിത്യനും ജനനരഹിതനും മാറ്റമില്ലാത്തവനുമായി ആരറിയുന്നുവോ അങ്ങനെയുള്ള പുരുഷൻ ആരെയെങ്കിലും കൊല്ലുന്നതെങ്ങനെ? ശ്ലോകം 22. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാനി സംയാതി നവാനി ദേഹി. അർത്ഥം: മനുഷ്യൻ എങ്ങനെ ജീർണവസ്ത്രങ്ങൾ വെടിഞ്ഞ് വേറെ പുതിയവ സ്വീകരിക്കുന്നുവോ അതുപോലെ ആത്മാവ് ജീർണിച്ച ദേഹങ്ങൾ വെടിഞ്ഞ് വേറെ ദേഹങ്ങൾ കൈക്കൊള്ളുന്നു. ശ്ലോകം 23. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. അർത്ഥം: ഈ ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല, ഇവനെ തീ ദഹിപ്പിക്കുന്നില്ല, ഇവനെ വെള്ളം നനയിക്കുന്നില്ല, കാറ്റ് ഉണക്കുന്നുമില്ല. ശ്ലോകം 24. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോഷോഷ്യയേവ ച നിത്യഃ സർവഗതസ്ഥാണു അചലോയം സനാതനഃ. അർത്ഥം: ഇവൻ ഛേദിക്കപ്പെടാൻ കഴിയാത്തവനാണ്, നനയാത്തവനാണ്, ഉണങ്ങാത്തവനുമാണ്. ഇവൻ നിത്യനും സർവവ്യാപിയും സ്ഥിരസ്വഭാവനും ശാശ്വതനുമാണ്. ശ്ലോകം 25. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അർത്ഥം: ഇവൻ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അഗോചരനും മാറ്റമില്ലാത്തവനുമാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ളവനായി ഇവനെ അറിഞ്ഞിട്ട് നീ അനുശോചിക്കാതിരിക്കുക. ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ പ്രകൃതങ്ങൾ കേട്ടിട്ട് ആത്മവിഷയവുമായി ഒട്ടും ബന്ധമില്ലാത്ത നിങ്ങളിൽ ചിലരുടെയെങ്കിലും കിളി പോയിട്ടുണ്ടാകാം.
എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് നമ്മളൊക്കെ ആത്മാവിനെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്? ആത്മാവ് സർവ്വവ്യാപിയും നാശമില്ലാത്തവനും നിത്യനും ജനനരഹിതനും പണ്ടുകൊണ്ടേ ഇവിടെ ഉള്ളവനും സ്ഥിരസ്വഭാവനുമാണെന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ചില ശ്ലോകങ്ങളിലും കണ്ടിരുന്നു. എങ്കിലും ഇപ്പോൾ പറഞ്ഞ വിധത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നില്ല, ഇല്ലേ? ഇപ്പോൾ പറയുന്നു, ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല, ഇവനെ തീ ദഹിപ്പിക്കുന്നില്ല, വെള്ളം നനയ്ക്കുന്നില്ല, കാറ്റ് ഉണക്കുന്നില്ല, ഇവൻ ഛേദിക്കപ്പെടാൻ കഴിയാത്തവനാണ്, നനയാത്തവനാണ്, ഉണങ്ങാത്തവനാണ്. ഇതൊക്കെ ആയിരുന്നു നമ്മൾ ആത്മാവെന്ന് കേട്ടപ്പോൾ മനസ്സിലാക്കിയിരുന്നത്. ഇത് ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതെല്ലാം ഭഗവത്ഗീതയിലുള്ളതാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? നമുക്കതൊന്ന് ചിന്തിച്ച് നോക്കാം. പിണ്ഡം, അതായത് മാറ്റർ, പിണ്ഡത്തിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭൗതിക വസ്തുവിനെ മാത്രമേ ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാനോ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനോ കഴിയുകയുള്ളൂ എന്ന് നമുക്കറിയാം. വിദ്യുച്ഛക്തി എന്ന പോലെ ആത്മാവിനും ശരീരമില്ലാത്ത സ്ഥിതിക്ക് അതിനെ മുറിവേൽപ്പിക്കാനും ദഹിപ്പിക്കാനും കഴിയുകയില്ല. അത് അത്രയും നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആത്മാവ് സർവ്വവ്യാപിയാകയാൽ അത് എല്ലാ ഇടങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്ത ശ്ലോകത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, ആത്മാവ് ഇല്ലാത്ത ഒരു മില്ലിമീറ്റർ സ്ഥലം പോലും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നാണ് ഈ സിദ്ധാന്തം. അപ്പോൾ അങ്ങനെ ആത്മാവ് സർവ്വവ്യാപിയാകയാൽ അത് എല്ലായിടങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ആത്മാവില്ലാത്ത ഒരിടവുമില്ല. ഞാൻ ഒരു ഭക്തിഗാനത്തിൽ ഒരിക്കൽ എഴുതിയിരുന്നു, എങ്ങും നിറയും എല്ലാ പൊരുളിലും ഇല്ലാത്തതിലും ഉള്ളവൾ നീയേ എന്ന് എഴുതിയിരുന്നു. അതായത് സകല ഇടങ്ങളിൽ, നമ്മൾ ശൂന്യമെന്ന് കരുതുന്ന ഇടമാണേലും ഈ എന്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു സ്ഥലമുണ്ട്, ഒരു വസ്തുവിന് ഇരിക്കാൻ, ഒരു ഗ്യാസിന് പോയി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് എങ്കിൽ അതുപോലുള്ള ഒരിടത്തും ഈ ആത്മാവ് എന്ന് പറയുന്നത് വ്യാപിച്ചിരിക്കും. അതായത് ആത്മാവില്ലാത്ത ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട. അതിനെ വളരെ കൃത്യമായിട്ട് പറയാനാണ് ഈ ശ്ലോകത്തിൽ കൂടി നനയ്ക്കാനൊക്കത്തില്ല, ഉണക്കാനൊക്കുന്നതല്ല, മുറിക്കാനൊക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാം. ഒരു വസ്തു മുറിയണമെങ്കിൽ മുറിഞ്ഞു മാറുന്ന തുണ്ടങ്ങൾക്ക് നടുവിൽ ആ വസ്തുവില്ലാത്ത ഒരു ഇടം ഉണ്ടാകണം. ആത്മാവ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതിനാൽ അത് സാധ്യമല്ല. നമ്മളൊരു ഇരുമ്പ് കഷ്ണം എടുത്തതിന് ശേഷം അതിന് രണ്ടായിട്ട് മുറിക്കുക. മുറിച്ച് കഴിയുമ്പം രണ്ട് ഭാഗം അതങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതിൻ്റെ ഇടയ്ക്ക് പോയി വായു വന്ന് നിൽക്കും. അപ്പോൾ അത് മുറിഞ്ഞു നമ്മൾ പറയും. പക്ഷേ ഈ വായുവിനെ നമുക്ക് മുറിക്കാൻ നോക്കുമോ? ഒക്കില്ല. കാരണം അത് മുറിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും അത് അങ്ങനെ മുറിക്കാൻ ഒക്കില്ല. നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ അത് സർവ്വവും വ്യാപ്തമായിട്ട് ആ വായു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ആത്മാവിന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനിയും ആത്മാവ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതിനാൽ അത് സാധ്യമല്ല. ഒരു ഭൗതിക വസ്തുവിലുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ സുഷിരങ്ങളിൽ വെള്ളം നിറയുമ്പോഴാണ് അത് നനഞ്ഞതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെയാണ് ഒരു വസ്ത്രം നനയുന്നത്. ലോഹത്താൽ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന സുഷിരങ്ങളില്ലാത്ത ഒരു ലോഹകൃഷ്ണത്തെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. പ്രവേശിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ജലത്തിന് അതിനെ നനയിക്കാൻ കഴിയില്ല. ആത്മാവിൻ്റെ കാര്യവും ഇതുതന്നെയാണ്. എല്ലായിടവും നിറഞ്ഞിരിക്കുകയാൽ ജലത്തിന് അതിനെ നനയ്ക്കാൻ കഴിയില്ല. നനഞ്ഞ വസ്തുവിനെ ഉണക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ സുഷിരങ്ങളിലെ ജലത്തെ അകറ്റുക എന്നാണ്. അതാണ് ഈ ഉണങ്ങുന്നത്. നമ്മൾ വെയിലത്ത് തുണി നനച്ചിട്ടിട്ട് ഉണങ്ങി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ നൂലുകൾക്കിടയിൽ കയറിയിരിക്കുന്ന ജലമാണ് ഈ തുണിയെ നനഞ്ഞതായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നത്. ആ ജലം നീരാവിയായിട്ട് അല്ലെങ്കിൽ കാറ്റടിച്ച് പോകുമ്പോൾ ആ വസ്ത്രം ഉണങ്ങിയതായിട്ട് നമ്മൾ പറയും. ഈ ത്രെഡുകൾക്ക്, അതായത് നൂലുകൾക്കിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അവിടെ ചെറിയൊരു ജലത്തിൻ്റെ ഒരു കഷ്ണം കയറിയിരിക്കണം, അപ്പോഴേ നനയാനൊക്കത്തുള്ളൂ. പക്ഷേ ഇത് ആത്മാവ് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നതിൽ അതിനെ അങ്ങനെ നനയ്ക്കാനും നമുക്കൊക്കത്തില്ല. നനഞ്ഞ വസ്തുവിനെ ഉണക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ സുഷിരങ്ങളിലെ ജലത്തെ അകറ്റുക എന്നാണ്. ജലം നനയ്ക്കാത്ത വസ്തുവിനെ ഉണക്കുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ആത്മാവിനെ ഉണക്കാനും കഴിയില്ല. ഒരു വസ്തു അതില്ലാത്ത ഒരിടത്തേക്ക് മാറുന്നതിനെയാണ് ചലനം എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. എല്ലായിടവും നിറഞ്ഞിരിക്കിയാൽ ആത്മാവിന് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കാനും കഴിയില്ല. അപ്പോൾ ഇതുവരെ കണ്ട ചില ശ്ലോകങ്ങളിലൂടെ നമുക്ക് ആത്മാവിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കുകയാണ്. ആത്മാവ് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ്. അതില്ലാത്തതായി ഒരിടവുമില്ല. അതിൻ്റെ എല്ലാ സവിശേഷതകളെയും പ്രകൃതങ്ങളെയും കുറിച്ച് നമ്മൾ സവിസ്തരം ചർച്ച ചെയ്തു കഴിഞ്ഞു. അവസാനം പറഞ്ഞു നിർത്തിയത് ആത്മാവിനെ
ചലന സ്വഭാവമില്ല. എന്തെന്നാൽ ഏതെങ്കിലും ഒരു വസ്തു ചലിക്കണമെങ്കിൽ ആ വസ്തു ഇല്ലാത്തിടത്തേക്കത് നീങ്ങിയിരിക്കുമ്പോഴാണ് വസ്തു ചലിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവെന്ന് പറയുന്നത് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നതാകയാൽ അതിനെ ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ചലന സ്വഭാവമില്ല. എല്ലായിടവും ഒരേ വിധത്തിൽ അത് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതിനുള്ളിൽ തന്നെ ചൊല്ലിയ ഒരു ശ്ലോകം നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പ്രകൃതത്തിന് വിപരീതമായൊരു പ്രകൃതം അവിടെ ആത്മാവിന് കാണുന്നതായിട്ട് നമുക്ക് തോന്നും. അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ചലനമില്ലാത്ത ആത്മാവെന്ന് പറഞ്ഞു, പക്ഷേ അവിടെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചലിക്കുന്ന ആത്മാവായിട്ട് നമുക്ക് തോന്നും. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടി ചൊല്ലാം. മുൻപ് ചൊല്ലിയതാണ് എങ്കിലും. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നന്യാനി സംയാതി നവാനി ദേഹി. ഇതിൻ്റെ അർത്ഥവും പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി പറയാം. മനുഷ്യൻ എങ്ങനെ ജീർണവസ്ത്രങ്ങൾ വെടിഞ്ഞ് വേറെ പുതിയവ സ്വീകരിക്കുന്നുവോ അതുപോലെ ആത്മാവ് ജീർണിച്ച ദേഹങ്ങൾ വെടിഞ്ഞ് വേറെ ദേഹങ്ങൾ കൈക്കൊള്ളുന്നു. ഈ ശ്ലോകത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ശ്ലോകപ്രകാരം ആത്മാവ് ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് കുടിയേറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മുൻപ് കണ്ട ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ആത്മാവിന് ചലന സ്വഭാവമില്ല, കാരണം അത് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നതാകയാൽ അതിന് ചലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ ശ്ലോകത്തിൽ പറയുന്നു ആത്മാവ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നു, അതായത് ചലിക്കുന്നു. അപ്പോൾ അടുത്തടുത്ത് വരുന്ന രണ്ട് ശ്ലോകങ്ങളിലായി ഒന്നിൽ ചലന സ്വഭാവമില്ലാത്ത ആത്മാവിനെക്കുറിച്ചും അടുത്തതിൽ ചലന സ്വഭാവമുള്ള ആത്മാവിനെക്കുറിച്ചും പറയുമ്പോൾ ഒരു വൈരുദ്ധ്യം നമുക്ക് ആദ്യം തോന്നാം. എന്താണ് ഇതിൻ്റെ കഥ? ഇത് അല്പം സങ്കീർണ സ്വഭാവമുള്ള ഒരു വേദാന്തമാണ്. നമുക്ക് അല്പം അതിനെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിച്ചാൽ മാത്രമേ അതിനുള്ളൊരു ആൻസർ കിട്ടത്തുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് ഞാനൊരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തന്നെ വിടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? കാരണം ഇങ്ങനെ പറയാൻ കൂടി ഒരു കാരണമുണ്ട്. നമ്മൾ വേദാന്ത വിഷയങ്ങളും ഇതുപോലെയുള്ള ബൗദ്ധിക വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരാൾ പ്രഭാഷണം നടത്തുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുള്ളതായിട്ട് തോന്നും. പക്ഷേ അത് ശരിയായി മനസ്സിലാക്കലാകില്ല. അപ്പോൾ അത് ശരിയായിട്ട് നമുക്ക് മനസ്സിലായോ എന്ന് അറിയുന്നതിനുള്ള ഒരു ടെസ്റ്റാണിത്. അതായത് നമ്മൾ ഇതിനൊരു ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ പറയുന്ന ആത്മവിഷയത്തെക്കുറിച്ച് സാമാന്യം അറിവ് ലഭിച്ചു എന്ന് ചിന്തിക്കാം. ഈ ശ്ലോകത്തിൽ ഈ പറഞ്ഞ വിഷയമല്ലാതെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് മനുഷ്യൻ എങ്ങനെയാണോ ജീർണിച്ച വസ്ത്രങ്ങൾ മാറ്റി പുതുവസ്ത്രങ്ങൾ അണിയുന്നത്, അതുപോലെ ആത്മാവ് ശരീരങ്ങളെ മാറ്റുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു വസ്ത്രം നമുക്ക് മുഷിഞ്ഞതായി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചേരാത്തതായിട്ട് തോന്നുമ്പോഴാണല്ലോ നമ്മൾ ആ വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രം അണിയുന്നത്. എന്ന് പറയുന്നത് ആത്മാവിന് എന്തുകൊണ്ടോ ചേരാത്തതായിട്ട് ഒരു ശരീരത്തിനെ തോന്നുകയാണ്. അപ്പോൾ ആത്മാവ് ആ ശരീരത്തിനെ എടുത്ത് കളഞ്ഞിട്ട് വേറൊരു ശരീരത്തിനകത്തോട്ട് പോയി കയറും എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഏത് ശരീരമാണോ ആത്മാവ് ഉപേക്ഷിക്കുന്നത് ആ ശരീരം ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചു പോകുന്നുവെന്നും, ഏത് ശരീരത്തിലേക്കാണോ ആത്മാവ് കുടിയേറുന്നത് ആ ശരീരത്തിന് ജീവനുണ്ടായി അത് ജീവശരീരമായി മാറുന്നുവെന്നും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതായത് ആത്മാവ് വിടുന്ന കൂട് വിട്ടുപോകുന്നത്, എവിടെ നിന്നാണോ വിട്ടുപോകുന്നത് ആ ശരീരം മരിക്കുകയും ഏത് കൂട്ടിനകത്തായിട്ടാണോ കയറുന്നത് ആ ശരീരം ജനിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ഇത് സാധാരണ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ ആത്മാവ് മുകളിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത്. പക്ഷേ വേദാന്തപരമായിട്ട് ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ആത്മാവിനാണ് അപ്പർ ഹാൻഡ്. ആത്മാവ് എവിടെയാണോ വസിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ജീവൻ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മാവിന് ഈ ദേഹം വിട്ടു പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആ ശരീരം മരിച്ചു പോകുന്നു. അപ്പം ആത്മാവാണത് തീരുമാനിക്കുന്നത് ഏത് ശരീരത്തിലേക്കാണ് പോകേണ്ടത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഏതായാലും ഈ ആത്മാവിൻ്റെ
ചലന സ്വഭാവമില്ലായ്മയും ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്ന ചലന സ്വഭാവം ഉണ്ടെന്നുള്ള തോന്നലും ഈ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം നിങ്ങളെ ഒരു ഹോംവർക്കായിട്ടെടുത്ത് അത് ചെയ്താൽ ഈ ആത്മവിഷയത്തിലേക്ക് കുറച്ചുകൂടി ഉൾക്കാഴ്ച ലഭിക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞു. ഇതിന് ഞാൻ ഒരു ക്ലൂ തരാം. ഞാനൊരു കാലത്ത് ഇങ്ങനെ കുറച്ച് ഈ വിഷയം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരം കിട്ടാതെ ഞാൻ ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഹൈന്ദവ ധർമ്മത്തിലെ ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം ധന്യാസി എന്ന് പറഞ്ഞ് എൻ്റെ ബ്ലോഗിൽ എഴുതിയിട്ടു. അത് ധാരാളം പേര് കഴിഞ്ഞ 5-8 വർഷങ്ങൾ കൊണ്ട് വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആ ലേഖനം വായിക്കാവുന്നതാണ്. അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗൂഗിളിൽ ധന്യാസി എന്ന് കൊടുത്താൽ തന്നെ അത് ആ സെർച്ചിൽ കൂടി തന്നെ ഈ ബ്ലോഗിലേക്ക് കയറാൻ കഴിയും. അങ്ങനെ കയറി ഈ ഹൈന്ദവ ധർമ്മത്തിലെ ആത്മാവ് എന്ന് പറയുന്ന ആ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ഇതിന് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഞാൻ അതിനകത്ത് നൽകിയിട്ടുണ്ട്. അതിനെ ആരും ഇതുവരെ ഖണ്ഡിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു സ്വീകരിക്കാവുന്ന ഒരു എക്സ്പ്ലനേഷനായിട്ട് അത് തോന്നുന്നു. ഇതേ എക്സ്പ്ലനേഷൻ തന്നെ ഞാൻ എൻ്റെ ഭഗവത്ഗീത വ്യാഖ്യാന പുസ്തകത്തിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 സോഴ്സുകളിൽ കൂടി ഇതിനൊരു പക്ഷേ ഉത്തരം കണ്ടുപിടിക്കാമായിരിക്കും. ഏതായാലും ആത്മവിഷയ കുതുകികളായിട്ടുള്ള ആളുകൾ ഈ അന്വേഷണത്തിന് തൽപരരാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിലൂടെ നിങ്ങൾക്ക് ഈ ആത്മവിഷയത്തിലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് കയറി ചെല്ലാനും കുറച്ചുകൂടി നമുക്ക് ഈ ഭഗവത്ഗീതയൊക്കെ ആസ്വദിക്കാനും കഴിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശരി, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.